തമ്പി എന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലൊന്നാണ്. അദ്ദേഹം ബന്ധുക്കളൊന്നും കൂടെ ഇല്ലെങ്കിലും ചുറ്റുമുള്ള മനുഷ്യരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയുകയും അവർക്കൊപ്പം തനിക്കാവും വിധം നിൽക്കുകയും ചെയ്യുന്നു. സുഹൃത്തിൻ്റെ മകളും കൊച്ചുമകൻ്റെ കാമുകിയുമായ ഭദ്രയുടെ ലൈബ്രറി ഓർഗനൈസ് ചെയ്യുന്നു. അവർക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ നൽകുന്നു. പാച്ചു മരിക്കുമ്പോഴും സ്വയം അങ്ങേയറ്റം വേദനയിലിരിക്കുമ്പോഴും ഭദ്രയെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഭദ്രയെ ആശ്വസിപ്പിക്കാനായി സുഹൃത്തിനോടൊപ്പം അയാൾ കാറിൽ ചെല്ലുമ്പോൾ അദ്ദേഹം സുഹൃത്തിനോട് പറയുന്നു, ആ മൂന്ന് പിള്ളേരുടെ ഈ കുഞ്ഞിന്റെ ഒക്കെ വിഷമം നോക്കുമ്പോ നമ്മൾ വിഷമിക്കാൻ പാടുള്ളതല്ല. നമുക്ക് പ്രായമായില്ലേ, കുറെയൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ എന്ന് അയാളുടെ വാക്കുകളിൽ നിരന്തരം നഷ്ടങ്ങൾ കണ്ടു മരവിച്ച മനസ്സിന്റെ മുറിപ്പാട് കാണും. ജപ്പാനിൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഏകദേശം 30% ആൾക്കാർ ഏകാന്തത അനുഭവിക്കുന്നു. ശ്രദ്ധേയമായ കാര്യം, ജപ്പാനിലെ പ്രായമായവരെക്കാളും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്നത് യുവജനങ്ങളാണ്. ഇന്ത്യയിലും ഈ വിഷയം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാം. ചുരുക്കത്തിൽ ഏകാന്തതയുടെ ഈ വ്യാപനം ലോകമെമ്പാടുമുള്ള പ്രായമായ ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമാണ്. പ്രായമായവരിലെ ഏകാന്തത അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു.